IT റെയ്ഡിനിടയിൽ നമുക്ക് അതിന്റെ മറ്റ് വിശദാംശങ്ങൾ അറിയില്ല. ഒരു ആൾ വളരെ കേരളത്തിൽ നിന്ന് വളർന്ന് കേരളം, ബാംഗ്ലൂർ, കർണാടക, മറ്റു പ്രദേശങ്ങൾ, വിദേശത്തേക്ക് ഉൾപ്പെടെ വ്യവസായം വിപുലപ്പെടുത്തിയ ഒരാൾ റെയ്ഡിനിടയിൽ സ്വയം വെടിയേറ്റ് മരിച്ചിരിക്കുന്നു. അത് അതീവ ഗൗരവമായ കാര്യമല്ലേ? ഇത്തരം കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്ക് നമ്മുടെ വ്യവസായികളെ കൊണ്ടുപോകുന്ന രീതി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കല്ലേ? ഒന്നുകിൽ ബോണ്ടിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ ജയിലിൽ പോവുക, അല്ലെങ്കിൽ പിന്നെ BJP ചേരാ, അതല്ലെങ്കിൽ ഈ രൂപത്തിൽ ജീവൻ ഒടുക്കുക എന്ന അവസ്ഥയിലേക്ക് വരുന്നു എന്നുള്ളത് അതീവ ഗൗരവമായ കാര്യമാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ മരണം ഏറെ ഞെട്ടലുളവാക്കുന്നതാണ്, അപ്രതീക്ഷിതമാണ്. നല്ല രീതിയിൽ ചെറുതിൽ നിന്ന് വളർന്ന് ആത്മധൈര്യത്തോടുകൂടി മുന്നോട്ട് പോയിരുന്നതാണ്. ആത്മസംഘർഷത്തിലേക്കും സമ്മർദ്ദത്തിലേക്ക് നയിച്ചു എന്നാണ് അദ്ദേഹത്തിന്റെ സഹോദരനും മറ്റു ബന്ധുക്കളും പറഞ്ഞിട്ടുള്ളത്. അത് സംബന്ധിച്ച് വളരെ വിശദമായ ഒരു അന്വേഷണം നമ്മുടെ രാജ്യത്ത് നടക്കേണ്ടതുണ്ട്. അത് ഗവൺമെന്റ് നടത്തണം.